ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിവിടെ 2 മുരിങ്ങാക്കായും കൊണ്ട് 2 കേങ്ങും ഉണ്ട്. അത് ഇട്ടുങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കണതാണ് ഇപ്പോൾ കാട്ടിത്തരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിനും ടിഫിനും ഒക്കെ പറ്റും. ചപ്പാത്തിയും ദോശയൊക്കെ ആകുമ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് അതിക്ക് വേണ്ട ഉള്ളിയും തക്കാളി അരിഞ്ഞിട്ടിക്കണ്. അതിക്കൊരു സ്പൂൺ മുളകും പൊടിയും ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിക്കണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. അപ്പോൾ അതവിടെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഇനി നമ്മളിവിടെ ഒരു 2 ഉള്ളി അരിഞ്ഞ് വെച്ചിക്കണ്. അതിക്ക് എണ്ണ ആണ് വാർന്നങ്ങാണ്ട് ചട്ടിക്ക് അതണിട്ട് താളിച്ചിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പുളിയൊന്നും പാരാതെ നമ്മൾ മുരിങ്ങാക്കായും കൊണ്ട് സാമ്പാർ മാത്രമല്ലേ വെക്കുള്ളൂ. അപ്പോൾ ഇവിടെ പുളി പാർന്നങ്ങാണ്ടും വെക്കും, സാമ്പാറും വെക്കും, ഇങ്ങനെയും വെക്കും. ഇത് ഇറച്ചി മസാലയാണ് ഇതിന് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. അതേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഒരു 3 കറാമ്പൂവും 1 പൊട്ട് കറാമ്പട്ടി അരക്കുമ്പോൾ ഇട്ടുക്കുക. അതിവിടെ ഇറച്ചി വെക്കുമ്പോൾ എന്താണെങ്കിലും കറാമ്പൂവും പട്ടയും ഏലക്കായും ഇടും, അരക്കും. അരച്ചിങ്ങാണ്ടാണ് വെക്കുക, അതരച്ചിങ്ങാണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയും ഉള്ളിയും ഇതൊക്കെ. പിന്നെ തേങ്ങ അരച്ച് പാർന്ന കുറുമൻ്റെ മാതിരി തന്നെ നല്ല ടേസ്റ്റാണ്. മല്ലിപ്പൊടി ഏറരുത് കേട്ടോ. നമ്മൾ വെക്കണ കറിക്കനുസരിച്ചുള്ള മല്ലിപ്പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഏറിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ലോണം അതിൻ്റെ പച്ചമണം മാറിയിട്ടേ അതിക്ക് അരിഞ്ഞച്ച കായാണ് ഇട്ട് കൊടുക്കുക. കേങ്ങും മുരിങ്ങാക്കായും അതും ഈ മസാലൻ്റെ ഒപ്പം ഒന്ന് വാട്ടിങ്ങാണ്ട് പിന്നെ അതിക്ക് വേണ്ട വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഞാൻ ഉപ്പ് ഇട്ടിക്കണം കേട്ടോ. ഉപ്പ് ഞാൻ കാട്ടിത്തരാൻ മറന്നതല്ല, ക്യാമറ ഓണാക്കാൻ മറന്നതാണ്. ഇവിടെ 4 ഭാഗം സൗണ്ടാണ് മക്കളെ. അപ്പുറത്ത് ബിൽഡിങ്ങിൻ്റെ പണി കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് തിരുമ്പലി കിടക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കളെയും പശുക്കളെയും സൗണ്ടാണ്. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ല ഗതികേട് തന്നെയാണ്. അപ്പോൾ അതിലടിച്ചാലും കേൾക്കും കോഴിക്കളിതിൻ്റെയും സൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മുരിങ്ങാക്കായി അതിക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ടേ അതൊന്നാണ്ട് ഇളക്കിങ്ങാണ്ട് ആ മസാലൻ്റെ ഒപ്പം നല്ലോണം കടന്ന് വേകട്ടെ. അത് നല്ലോണം വെന്തതിൻ്റെ ശേഷം നല്ലോണം മസാല പിടിച്ചതിൻ്റെ ശേഷം അതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് തിളച്ചതിൻ്റെ ശേഷം തേങ്ങ അവിടെ അരിഞ്ഞ് വെച്ചിക്കണ് അതൊന്നുകൊണ്ട് അരച്ചിങ്ങാണ്ടേ അത് ഒഴിക്കണം പാരുക. അത്ര തന്നെ ഉള്ളൂ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഒന്നും കൂടെ വേട്ടെ. അപ്പോൾ നല്ലോണം തിളച്ച് വെന്തിക്കണം കേട്ടോ. അതിൽ ആ തേങ്ങയാണ്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് ഇതാകുമ്പോഴേ നല്ലോണം തിളച്ച് വേകണം. നല്ലോണം തിളച്ച് വെന്തതിൻ്റെ ശേഷം
അവിടെ ഓഫാക്കിയാൽ മതി. അത്ര തന്നെ ഉള്ളൂ. കൂടുതൽ വെള്ളം ആവരുത്, എന്നാൽ വെള്ളം പറ്റണ്ട് കുറുക്കനി ആകരുത്. മല്ലിപ്പൊടി ഏറാതെ നോക്കിക്കോണ്ടി ഉണ്ടാക്കുമ്പോൾ. മല്ലിപ്പൊടി ഏറിയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മല്ലിപ്പൊടി നമ്മളിവിടെ ഒരു സ്പൂൺ ഇട്ടിക്കണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് കറി വേണം, അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പൂൺ ഇട്ടിക്കണ്. ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, കൂടാതെ നോക്കിക്കോണ്ടി. അപ്പോൾ എല്ലാവരും എന്നും പറയണ മാതിരി തന്നെ മക്കളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.